മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് CPM-ന്റെ സമുന്നത നേതാവുമായ ശ്രീ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിനൊരു മുഖവരിയുടെ കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ വളരെ ശക്തനായ നേതാവ്, കമ്മ്യൂണിസത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായ തേരാളി ശ്രീ VS അച്യുതാനന്ദൻ കൗമുദി TV-യോട് സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സഖാവ് VS-ന് പ്രത്യേകം സ്വാഗതം. ഈ ഇലക്ഷനിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത എങ്ങനെയാണ് VS വിലയിരുത്തുന്നത്? കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ല സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നത്. CPIM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ 4 ദേശീയ ഇടതുപക്ഷ പാർട്ടികളും സംസ്ഥാനങ്ങളിലെ ചെറിയ പാർട്ടികളായിട്ടുള്ള 7 പാർട്ടികളും ചേർന്ന് 11 പാർട്ടികൾ അടങ്ങുന്ന ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ മുന്നണി ഡൽഹി രൂപം കൊണ്ടിട്ട് ഈ 2 ശക്തികൾക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിന് കരു ഒരുക്കിയിരിക്കുകയാണ്. RSPയിലെ ഒരു പിന്നെ UDF-ലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ദേശീയ രംഗത്ത് CPM വലിയ നയം കാണിച്ചു എന്നുള്ള ആക്ഷേപമാണ്. അതിന് ഞാൻ പിന്നീട് മറുപടി പറയാം. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെന്ന പോലെ തന്നെ സരിതയെയും അതേപോലുള്ള വൻ അഴിമതിക്കാരികളെ സംരക്ഷിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവിധി വളരെ അപായകരമായ നിലയിലുള്ളതായിരിക്കും. ജനങ്ങളുടെ രോഷം എന്നുള്ളത് 10,000 കോടിയുടെ അഴിമതിയുടെ കഥകളാണ് ചീഫ് വിപ്പ് മിസ്റ്റർ ജോർജ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് 10,000 അത്തരം രേഖകൾ ഇതാ എൻ്റെ കയ്യിലുണ്ട്, ആര് വന്നാലും കാണിച്ചു തരാമെന്ന് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. ജോർജിനെ സമീപിച്ചതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതുവരെ ഉമ്മൻചാണ്ടിക്കോ ഉമ്മൻചാണ്ടിയുടെ സഹമന്ത്രിമാർക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയിൽ 4-5 കോടിയുടെ അഴിമതി നടത്തി കാണുമെന്ന് പറഞ്ഞിട്ട് സരിതായസ്നാഥരെ മിനിമൈസ് ചെയ്തിട്ട് സംരക്ഷിക്കാനുള്ള നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മോനെന്ന് വളരണം, ഗൺമോനായിട്ടാണ് മിസ്റ്റർ എന്താ പഹേൻ്റെ പേര് സലീം രാജിനെ കൊണ്ട് നടക്കുന്നു. 450 കോടി രൂപയുടെ അഴിമതിയാണ് അയാൾ ഇതിനകം നടത്തിയിട്ടുള്ളത്. സലീം രാജിനെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല? മുഖ്യമന്ത്രിക്ക് പേടിയാണോ എന്നാണ് കേരള ഹൈക്കോടതി ജഡ്ജി ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പരിഹാസജനകമായൊരു പരിഹാസ എതിർപ്പും ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തി. റെയിൽവേ ദുരന്തം വന്നപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കടുക്കായിട്ടുള്ള ഭരണാധികാരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് റെയിൽവേ മന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത് റെയിൽവേ ദുരന്തത്തിൻ്റെ പേരിൽ ഞാൻ രാജിവെക്കുന്നുവെന്ന്. ഇങ്ങനെയുള്ള മാതൃകയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ കാട്ടിയിട്ടുള്ളത്. നാണം കെട്ടവനും ആലും എന്ന നിലയിൽ ഉള്ള അതിശക്തമായൊരു പരിഹാസമാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഉദാഹരിച്ചുകൊണ്ട് മിസ്റ്റർ ഉമ്മൻചാണ്ടിക്കെതിരായി കേരള ഹൈക്കോടതി നടത്തിയ പരാമർശം. ഈ നിലയിൽ ഇടതുപക്ഷ പാർട്ടികളും മതനിരപേക്ഷ ജനവിഭാഗങ്ങളും ആകെ തന്നെ ചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്ക്, വിലക്കയറ്റം, അഴിമതി, സ്ത്രീകൾക്ക് നേരെ എടുക്കുന്ന നടപടികൾ, അതേപോലെ തന്നെ അധ്യാപകന്മാരും മറ്റുമായിട്ടുള്ള നിരവധി ആളുകളെ
കൈവെട്ടിയും കാലുവെട്ടിയും പത്രപ്രവർത്തകനായ മാതൃഭൂമി പത്രത്തിൻ്റെ കറസ്പോണ്ടൻ്റായിരുന്ന ഉണ്ണിത്താൻ്റെ നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങനെ നിരവധിയാണ്. ഇതിനെല്ലാം കൂട്ടുനിന്ന ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിനെ പോലെ തന്നെ അതിശക്തമായ പ്രഹരത്തിന്, കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങളുടെ ശക്തമായ പ്രഹരത്തിന് വിധേയമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രിസഭയെ എങ്ങനെയും നിലനിർത്താൻ വേണ്ടിയിട്ട് 2 MLA-മാരെ ചാക്കിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയില്ല. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റ് സീറ്റിന് വേണ്ടി ഘടകകക്ഷികൾ അവകാശവാദം നടത്തുമ്പോൾ അവരുമായിട്ട് സ്നേഹമസൃണമായ നിലയിൽ ആശയവിനിമയം നടത്താറുണ്ട്. ഒരു പാർലമെൻറ്റ് സീറ്റിന് കുറഞ്ഞത് 7-8 അസംബ്ലി സീറ്റുകളിലെ ജനങ്ങളുടെ ഇൻഫ്ലുവൻസെങ്കിലും വേണം. അതില്ലാത്ത പാർട്ടികൾ പാർലമെൻറ്റ് സീറ്റ് എന്ന് അവകാശവാദം നടത്തിയാൽ തോക്കുകയല്ലാതെ മറ്റ് ഗതിയൊന്നുമില്ല. ഇതിനു മുമ്പ് RSPയോട് ആ കാര്യങ്ങൾ പറയുകയും അവർ ആദ്യം അത് ഉന്നയിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അല്ല, അവർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഇതാണ്, CPM-ന്റെ 15 സ്ഥാനാർത്ഥികളുടെ പേര് TV ചാനലുകളിലൊക്കെ പത്രങ്ങളിലൊക്കെ വന്നു. അപ്പോൾ അതിൽ ഈ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഫിലിപ്പോസ് തോമസ്, ഇന്നസെൻ്റ്, ഇവരൊക്കെ ഞങ്ങൾ CPM-ന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. കൊല്ലത്ത് സീറ്റ് കിട്ടാത്തതിനേക്കാൾ പ്രധാനം അവരെ വിഷമിപ്പിച്ചത് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരെ CPM-ന്റെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നു എന്നുള്ളത് TV ചാനലിലൂടെ അറിയേണ്ട അവസ്ഥ. LDF-ന്റെ യോഗം ചേർന്നിട്ടില്ല, ചോദിക്കുമ്പോഴൊക്കെ സീറ്റ് ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് അവർ ഇത്രയും പ്രകോപനം സൃഷ്ടിച്ചതെന്നാണ്. അത് അവരുടെ ഒരു ന്യായം. വാസ്തവത്തിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെതായിട്ട് ജയിച്ചു വന്ന സ്ഥാനാർത്ഥിക്കെതിരെ പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർ തന്നെ ഫിലിപ്പോസ് തോമസിൻ്റെ പേര് ഉയർത്തിക്കൊണ്ട് ഇദ്ദേഹത്തെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ നടത്താനും കഴിവുള്ളത് ഇദ്ദേഹത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഞങ്ങളൊന്നും പോയി അന്വേഷിച്ച് തിരക്കി പിടിച്ചതൊന്നുമല്ല. ജനങ്ങൾ, ആ പത്തനംതിട്ടയിലെ ജനങ്ങൾ കക്ഷി പരിഗണനകൾക്ക് അതീതമായിട്ട് ഫിലിപ്പോസ് തോമസിൻ്റെ പേര് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് കൊല്ലത്ത് കിട്ടിയില്ലെങ്കിൽ പത്തനംതിട്ടയിലെങ്കിലും സീറ്റ് കിട്ടും, പ്രേമചന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളൊരു അനൗപചാരികമായ ഒരു പ്രചരണം നടന്നിരുന്നു. അത് അവർ നടത്തി കാണുമായിരിക്കും. CPM-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉറപ്പില്ല. അതുപോലെ തന്നെയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇടുക്കിയിൽ വളർന്നു വന്ന ജനവികാരം. കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും എതിർത്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ ഒരു അഡ്വക്കേറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തെയാണ് നിങ്ങൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളോട് വോട്ട് ചോദിക്കാനാണെങ്കിൽ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ വികാരങ്ങൾ ഉയർത്തിക്കൊണ്ട് CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തകരെ അഭ്യർത്ഥന നടത്തുകയും അങ്ങനെ ചെയ്തിട്ട് ആ തരത്തിൽ സ്വയമായിട്ട് ഉയർന്നു വന്ന കാൻഡിഡേറ്റ്സാണ് ഈ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ. കസ്തൂരിരംഗൻ്റെത് പറയുമ്പോൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ VS തന്നെ എടുത്തൊരു നിലപാടുണ്ട്. കസ്തൂരിരംഗനും ഗാഡ്ഗിലിലൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഈ സാധാരണക്കാരായിട്ടുള്ള 120 ഗ്രാമങ്ങളിലെ ആൾക്കാരുടെ പ്രശ്നമുണ്ട്. പക്ഷെ അത് മാത്രം ഇപ്പോൾ ചർച്ച ചെയ്യുകയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തെ 17,000 അനധികൃത കോറിക്കാർ അവിടെ ഖനനം നടത്തുന്നു, കാട് നശിപ്പിക്കുന്നു, ഈ വിഷയങ്ങളൊക്കെ മാറിപ്പോവുകയും ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കളയണം എന്ന രീതിയിൽ CPM അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതത്ര ശരിയായിട്ടുള്ള നിലപാട്. അതെ, അങ്ങനെയുള്ള നിലപാടുകൾ കറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിനെ തന്നെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാനാണ് ഇത് എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ റിപ്പോർട്ടിൽ തന്നെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാത്ത വിധത്തിൽ അതിൽ നിരവധി വെള്ളം ചേർത്തുകൊണ്ട് കുഴപ്പത്തിലാക്കാനാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ശ്രമിച്ചത്. ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും തള്ളിക്കൊണ്ട് പുതിയൊരു കമ്മിറ്റിയെ രൂപവത്കരിക്കണം എന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ പാർട്ടികളും മതനിരപേക്ഷ പാർട്ടികളുമായ ഞങ്ങളുടെ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെയാണ് ഞാൻ അനുകൂലിക്കുന്നത്.